ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കാൻ അസമും ആദ്യപടിയായി മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി. ശൈശവ വിവാഹം നിരോധിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പെന്ന് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അസം നന്ദഗോപൻ, ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കാൻ അസമും ഇപ്പോൾ മുൻകൈയെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ. അതിന് വിവാഹം, അതേപോലെ തന്നെ വിവാഹ മോചനം, പാരമ്പര്യ സ്വത്തവകാശം, ജീവനാംശം, ദത്ത് എന്നിവയിൽ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമം ബാധകമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അസം സർക്കാർ UCC പാസ്സാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് മുസ്ലിം വിവാഹ നിയമം അസം സർക്കാർ റദ്ദാക്കിയത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പ്രത്യേക തീരുമാനമെടുത്തത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതനുസരിച്ച് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബഹുഭാര്യത്വം തടയുവാനുള്ള നിയമനിർമ്മാണം അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിലാണ് എന്നുള്ള കാര്യവും അസം സർക്കാർ വ്യക്തമാക്കുന്നു. നേരത്തെ അസം മുഖ്യമന്ത്രി ഹിമേന്ദർ വിശ്വേശ്വർ ശർമ്മ ഇത് സംബന്ധിച്ച് അസമും ഉത്തരാഖണ്ഡിന് പിന്നാലെ അസമും UCCയിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഗുജറാത്തും അതേപോലെ തന്നെ രാജസ്ഥാനും ഒക്കെ തന്നെ UCC നടപ്പാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അസമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നേരത്തെയുള്ള വിവാഹങ്ങൾ കൂടുതലാണ്. അതായത് കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന രീതികൾ വളരെ വലിയ രീതിയിൽ തുടരുന്ന സംസ്ഥാനമാണ് അസം. അവിടെ ഇത് നിയമം മൂലം തടഞ്ഞില്ലെങ്കിൽ കുട്ടികളുടെ പഠനമടക്കം വലിയ പ്രശ്നമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ UCC പാസ്സാക്കുവാൻ വേണ്ടി അസമും ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഇതിന് മുന്നോടിയായിട്ട് ഇന്നലെ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിക്കൊണ്ട് അസം സർക്കാർ ഉത്തരവിറക്കിയത്. ആദ്ര നന്ദൻ, ഈ ഉത്തരാഖണ്ഡിന് പിന്നാലെ അസമും ഈ UCC നടപ്പാക്കിയതിൽ ഒരു നിർണായക കാര്യമാണ് ഇപ്പോൾ നടന്നത്. ഈ സുപ്രധാന ചുവടുവെപ്പെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അതിന് ഇന്നലെ ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നു. ഈ ക്യാബിനറ്റ് യോഗത്തിലാണ് ഇന്നലെ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായത്. UCC നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു നിയമം നിർമ്മിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇനിയുള്ള വിവാഹങ്ങൾ, അതായത് മുസ്ലിം വിവാഹങ്ങളെല്ലാം തന്നെ നേരത്തെ മതപരമായ ആചാരങ്ങളിലൂടെ മാത്രമായിരുന്നു നടന്നിരുന്നത്. മാത്രമല്ല മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് ഒന്നാം തലാഖ്, രണ്ടാം തലാഖ്, മുത്തലാഖ് എന്നിങ്ങനെ പറഞ്ഞ് വിവാഹബന്ധം വേർപെടുത്താൻ കഴിയുന്ന സാഹചര്യം കൂടുതലായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള നീതി നിഷേധം അസമിലെ പെൺകുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരായത് എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ ഭാവിയെ കരുതിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അസമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ശൈശവ വിഭാഗം വളരെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് 18 വയസ്സ് തന്നെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം നിശ്ചയിച്ചുകൊണ്ട് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം അസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വൈകാതെ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അസമിന്റെ നിയമസഭയിൽ ഇത് പാസാക്കി നിയമമാക്കുവാൻ, UCC നിയമമാക്കുവാനുള്ള നടപടികളിലേക്കാണ് അസം സർക്കാർ കടക്കുന്നത്. അതിന്റെ ചുവടുവെപ്പ് അല്ലെങ്കിൽ ആദ്യപടി എന്ന നിലയിലാണ് ഇങ്ങനെ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിക്കൊണ്ട് തീരുമാനമുണ്ടായത്. അതിന് ശരി, ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കാൻ അസമും ആദ്യപടിയായി മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി. ശൈശവ വിവാഹം നിരോധിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പെന്ന് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ.